ഹൈന്ദവ സമൂഹത്തെ മുഴുവൻ ഉത്സവത്തിമർപ്പിൽ ആറാടിച്ചുകൊണ്ട് ബുധനാഴ്ച അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നു. കർക്കിടകത്തിലെ കറുത്ത മേഘങ്ങളെ തള്ളിനീക്കി ചിങ്ങത്തിലെ അഷ്ടമിരോഹിണി ദിനത്തിലാണ് ശ്രീകൃഷ്ണന്റെ ജന്മദിനം. ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിമ വെച്ച് അലങ്കരിച്ച രഥഘോഷയാത്ര താലപ്പൊലിയേന്തിയ അമ്മമാരും ബാലികമാരും, ഉണ്ണികൃഷ്ണന്മാർ, ഗോപികമാർ, ദേവനൃത്തം ചെയ്യുന്ന മറ്റുള്ളവർ, ഇങ്ങനെ കൃഷ്ണഭക്തിയുടെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാശോഭായാത്രകളാണ് ബുധനാഴ്ച നാടെമ്പാടും നടക്കാനിരിക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് ആയിരങ്ങളാണ് ശോഭായാത്രകളിൽ പങ്കെടുക്കുന്നത്. ഭക്തിനിർഭരമായ ശോഭായാത്ര കടന്നുപോകുന്ന വീഥികൾ, വീടുകൾ എന്നിവ കൊടിതോരണങ്ങളാൽ അലങ്കരിച്ചും നിലവിളക്ക് കൊളുത്തിയും ശോഭായാത്രയെ സ്വീകരിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇലയ്ക്കാട് ബാങ്ക് ജംഗ്ഷനിൽ നിന്നും വളകുഴിയിലുള്ള കാക്കനിക്കാട് ദേവീക്ഷേത്രത്തിലേക്കാണ് ശോഭായാത്ര നടക്കുന്നത്. കളത്തൂർ പാർത്ഥസാരഥി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ കാളികാവ് ശ്രീ ബാലഭദ്ര ഗോകുലത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച വൈകുന്നേരം 4-ന് കാളികാവ് ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ കാളികാവ് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക് ഘോഷയാത്ര നടക്കും. തുടർന്ന് വെമ്പള്ളി ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ശോഭായാത്രയുമായി സംഗമിച്ച് തുടർന്ന് വടക്കേ കവലയിൽ ഒരുക്കിയിരിക്കുന്ന ദ്വാരകാപുരിയിൽ ഉറിയടി, തുടർന്ന് അമ്പാടി ജംഗ്ഷനിൽ വഴി ചാലപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശോഭായാത്ര എത്തിച്ചേരുമ്പോൾ ഉറിയടി ദീപാരാധന, ഭജന, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. കുറവിലങ്ങാട് ടൗണിൽ കുറവിലങ്ങാട് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ശോഭായാത്ര നടക്കുക. ബുധനാഴ്ച വൈകുന്നേരം 4-ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം TR ഗോവിന്ദൻകുട്ടി നായർ ശോഭായാത്ര ഉദ്ഘാടനം ചെയ്യും. കോഴ സരസ്വതി ബാലഗോകുലത്തിൻ്റെയും കുറവിലങ്ങാട് അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 4-ന് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ശ്രീ TR ഗോവിന്ദൻകുട്ടി സാർ ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ ഉറിയടി ഒരുക്കിയിട്ടുണ്ട്. 100 കണക്കിന് കുട്ടികൾ രാധാകൃഷ്ണ വേഷത്തിൽ അണിനിരക്കും. നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ സമാപിക്കുന്ന ശോഭയാത്രയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.